ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. അഭിഷേകിനെയാണ് അടുത്തതായിട്ട് കൊല്ലേണ്ടത്. അപ്പൊ ജാസ്മിൻ അർജുനെ ഫോൺ കൈമാറിയല്ലോ. അപ്പൊ ജാസ്മിനോടാണ് ഈ ഒരു വിവരം ബിഗ് ബോസ് പറഞ്ഞത് വാഷ്റൂം ഏരിയയിൽ വെച്ചിട്ട്. അർജുൻ ഒരു സ്പൂൺ താഴെ ഇടണം, എന്നിട്ട് അഭിഷേക് അത് എടുക്കണം. അങ്ങനെയാണ് അഭിഷേകിനെ കൊല്ലേണ്ടത്. അപ്പൊ അർജുൻ വളരെ തന്ത്രപരമായിട്ട് പോയിട്ട് അഭിഷേകിനെ ഈ രീതിയിൽ കൊന്നു. ഇതിന് തൊട്ട് മുമ്പ് നമ്മുടെ CIDs പൂജയെ ചോദ്യം ചെയ്തു. ആ ഒരു മൊഴിയെടുപ്പ് സെഷൻ തന്നെ വൻ കോമഡി ആയിരുന്നു. പൂജയും ചിന്റോയും ഋഷിയും കൂടി കൗണ്ടർ അടിച്ച് മത്സരിച്ച് ചിരിപ്പിച്ചൊരു വഴിയാക്കി. അതും വേറെ തന്നെ ഒരു കഥ മെനഞ്ഞെടുത്തിട്ടായിരുന്നു കേട്ടോ ജിൻഡോയുടെയും ഋഷിയുടെയും ഇൻവെസ്റ്റിഗേഷൻ. ബിഗ് ബോസ് യഥാർത്ഥത്തിൽ നടന്ന കഥകളൊന്നും ഇവരോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ആ രീതിയിലുള്ള പരിപാടികളായിരുന്നു. അതും കയ്യിൽ ചോര പെരണ്ടിട്ടുണ്ട് എന്നൊരു സംശയത്തിന്റെ പുറത്താണ് പൂജയെ ചോദ്യം ചെയ്യാനായിട്ട് ജിൻഡോ വിളിച്ചത്. വേറെ തന്നെ ഒരു ക്രൈം സ്റ്റോറി ഉണ്ടാക്കി എടുത്തു 3 പേരും കൂടി. അതിൽ തന്നെ കോമഡി ആയിട്ട് തോന്നിയത് പൂജ ധൃതി പിടിക്കുകയായിരുന്നു ഇവരുടെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ജിൻഡോ ചോദിക്കുന്നു, എന്ത് ജോലിയാണ് നിങ്ങൾക്ക് പുറത്തുള്ളത്? വെറുതെ നടക്കുന്നതാണ് സാറിന്റെ ജോലി. ബട്ട് ഐ ആം എ സിവിലിയൻ, എന്റെ ഡാഡി റിച്ച് ആണ്, അതുകൊണ്ട് വെറുതെ നടക്കുന്നതാണ് എന്ന് പൂജ. ഇത് കഴിഞ്ഞിട്ട് പൂജയെ ഫ്രെയിം ചെയ്യാൻ ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രെയിം ചെയ്യാനായിട്ട് നോക്കുമ്പോൾ പൂജ ഇരുന്ന് കരഞ്ഞിട്ടൊരു പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല. ഡാഡിയെ മുടിപ്പിച്ച് ഡാഡി വീട്ടിൽ നിന്നും പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടും പൂജയെ വെറുതെ വിടുന്നില്ല. കുറെ നേരം പുറകെ പോയി പിന്നീട് അടുത്ത സസ്പെക്റ്റിലേക്ക് നീങ്ങുന്നുണ്ട്. അടുത്ത സസ്പെക്ട് ആണ് അർജുൻ മെയിൻ കൊലയാളിയാണ്. പക്ഷെ ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചാൽ അടിപൊളിയാവും. ഇപ്പോ അതിന്റെ മൊഴിയെടുപ്പ് നടക്കുവാണ് ഇവരുടെ ഓഫീസ് റൂമിൽ വെച്ചിട്ട്. ഇതൊക്കെയാണ് ലൈവിനകത്ത്. ഒരു രക്ഷയില്ല, ഫുൾ കോമഡിയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട്